രുദ്രയും വിജിത്തും നേരെ വന്നത് ഭദ്രയുടെ ഓഫീസിലേക്കായിരുന്നു. വിജിത്തിനൊപ്പം രുദ്രയെ കണ്ടതും എല്ലാവരും അവളെ തന്നെ ഇതാരെന്ന നിലയിൽ ചുഴിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ആരെയും ശ്രദ്ധിക്കാതെ വിജിത്തിനൊപ്പം ഭദ്രയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. എന്നാൽ അവർ വരുമ്പോൾ ഭദ്ര അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൂടെ കണ്ടതും രുദ്രയുടെ ഹൃദയം വല്ലാതെ പിടക്കാൻ തുടങ്ങി. അവൾ പേടിച്ച പേടമാനിനെ പോലെ വിജിത്തിനെ നോക്കി. വിജിത്തിന് എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. അതുമല്ല, അതിനുള്ള നേരമല്ല ഇപ്പോഴെന്നും അവനറിയാമായിരുന്നു. അവൻ നേരെ അവളെയും കൂട്ടി പ്രണവിൻ്റെ ക്യാബിനിലേക്ക് പോകാനാഞ്ഞതും പ്രണവ് അവർക്ക് മുൻപിലേക്ക് വന്നു നിന്നു. അല്ല, നിങ്ങളെന്താ ഇവിടെ? വിജിത്തിനൊപ്പം രുദ്രയെ കണ്ട അതിശയത്തിൽ പ്രണവ് ചോദിച്ചു. ഏട്ടാ, അദ്ദേഹം എവിടെ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവിടെ വന്നിട്ട് കാണാനൊന്നുമില്ല. ഏട്ടനൊപ്പമാണോ ഉള്ളേ? പറയട്ടാ. ഏട്ടനറിയാമോ അദ്ദേഹം എവിടെയാണെന്ന്? രുദ്ര പ്രണവിൻ്റെ അടുത്തേക്ക് ചെന്ന് വെപ്രാളത്തിൽ ചോദിച്ചു. എന്തേ വന്നേ അവനെ കാണാതെ പറ്റില്ലെന്നായോ എൻ്റെ പെങ്ങൾക്ക്? അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. ഏട്ടാ പ്ലീസ് ഒന്ന് പറഞ്ഞുതാ, അദ്ദേഹം എവിടെയെന്ന്. ഇപ്രാവശ്യം അവളുടെ ആ ചോദ്യം അല്പം ദയനീയമായിരുന്നു. ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു. അത് കണ്ടതും പ്രണവ് അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ പറ്റിയത്? എന്തിനാ നീ ഇപ്പം കരഞ്ഞേ? പ്രണവ് അത് രുദ്രയെ നോക്കി ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി വിജിത്താണ് നൽകിയത്. രുദ്ര അവനോട് അവൾ കേട്ട കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പ്രണവിലും ഒരു നടുക്കമുണ്ടാക്കി. അവരിൽ നിന്നും ഇതിനപ്പുറവും പ്രതീക്ഷിക്കാമെന്ന് പ്രണവിന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ വിജിത്തിനെ നോക്കി പറഞ്ഞു. രുദ്ര ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ബന്ദ്രിക്കടുത്തേക്ക് പോകാം ഇപ്പോൾ തന്നെ. ഇല്ല, ഞാനും വരും. എനിക്ക് കാണണോ അദ്ദേഹത്തെ, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. മോള് വരണ്ട, അവിടെ എന്തൊക്കെ അപകടമാണ് പതുങ്ങിയിരിക്കുന്നതെന്നറിയില്ല. വെറുതെ നീ കൂടെ വന്ന പ്രശ്നത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളുടെ ജീവന് തന്നെ പ്രശ്നമുണ്ടാവാൻ പോകുന്ന ഈ നേരത്ത് എനിക്കെന്തേലും പറ്റുമോ എന്ന് പേടിയില്ല. അഥവാ എന്തായാലും സംഭവിച്ചാൽ തന്നെ എനിക്കെന്ത് സംഭവിച്ചാലും ശരി, അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. മോളെ, അത് പിന്നെ. ഇല്ല പ്രണവേട്ട, എന്ത് പറഞ്ഞാലും ശരി, ഞാനും വരും. ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ പ്രണവ് അവളെയും ഒപ്പം കൂട്ടി. 3 പേരും വന്ന് കാറിൽ കയറിയതും തന്നെ പ്രണവ് സ്പീഡിൽ തന്നെ പറപ്പിച്ചു. ബദ്രി എങ്ങോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നതെന്ന് അവനറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞു. അപ്പോഴും ബദ്രിയുടെ ഫോണിൽ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു വിജിത്ത്. ഇപ്രാവശ്യം അവൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്തുനിന്ന് കൂടെ കേട്ടതും നെഞ്ചിടിപ്പേറി. അപ്പോഴും രുദ്ര തൻ്റെ താലിയിൽ തന്നെ മുറുക്കെ പിടിച്ചിരുന്നു. ഓഫീസിൽ നിന്നും ബദ്രി നേരെ പോയത് പുതിയൊരു പ്രൊജക്റ്റ് വർക്ക് കിട്ടിയതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ബദ്രയുടെ കാർ ആൾവാസം കുറഞ്ഞൊരു റോഡിലൂടെ നീങ്ങിയതും കാറിലിരുന്ന് തന്നെ ബദ്രി കുറച്ച് ദൂരെ മുൻപിലായി റോഡിന് കുറുകെ കിടക്കുന്ന ഒരു മരവും കുറച്ച് ആൾക്കാരെയും കണ്ടു. അവൻ്റെ കാർ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയതും തന്നെ ബദ്രി കാറിൽ നിന്നും ഇറങ്ങി മുൻപിലേക്ക് ചെന്നു നിന്നു. ഹേയ്, നിങ്ങളിതെന്താ ചെയ്യുന്നേ? മുന്നിൽ നിന്ന് 4 പേരോടായി അവൻ ചോദിച്ചു. സാറ് കാണുന്നില്ലേ മരം വീണ് കിടക്കുന്നത്? ഞങ്ങളിത് ഇവിടെ നിന്ന് മാറ്റാൻ നോക്കുക. ഇപ്പോഴെങ്ങാനും കഴിയുമോ ഇത്? ബദ്രി കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. 1/4 മണിക്കൂർ, അതിനുള്ളിൽ കഴിയും. കൂട്ടത്തിലൊരുത്തൻ വിളിച്ചു പറഞ്ഞതും ബദ്രി ഡാമിറ്റ് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നതും അവരിൽ ഒരാൾ അവൻ ഒളിപ്പിച്ച കത്തി പുറത്തെടുത്ത് ബദ്രയ്ക്ക് പിന്നാലെ ചെന്നു. ബദ്രി നടന്ന് കാറിൻ്റെ അടുത്തെത്തുമ്പോൾ കാറിൻ്റെ സൈഡിലെ ഗ്ലാസ്സിലൂടെ കണ്ടു തന്നെ പിന്നിൽ നിന്നും കുത്താൻ വേണ്ടി കത്തി വീശുന്നവനെ. ബദ്രി വേഗം ആ നിൽപ്പിൽ തന്നെ തനിക്കു നേരെ കത്തി വീശിയവൻ്റെ കരങ്ങളിൽ പിടിമുറുക്കിയ ശേഷം അവൻ്റെ കയ്യിൽ പിടിച്ച് കറങ്ങി വന്ന് അവൻ അഭിമുഖമായി നിന്നുകൊണ്ട് അവൻ്റെ കൈ പിടിച്ച് ഒറ്റയൊടിക്കലായിരുന്നു. അവൻ വേദന കൊണ്ട് അലറി. ആ വേദനയിലും ബദ്രി അവൻ്റെ കയ്യിലെ കത്തി വാങ്ങി താഴേക്കിട്ട ശേഷം തൻ്റെ 2 ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അവൻ്റെ ചെവിയിൽ ആഞ്ഞടിച്ചു. ചെവിയിൽ നിന്നും കൊഴുത്ത ചോരയ്ക്കൊപ്പം അവൻ നിലംപതിച്ചതും അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി 3 പേരും പിന്നെ മറഞ്ഞു കുറച്ച് മാറി നിന്ന അമറും അവനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 4 പേരും കൂടെ ചേർന്ന് ബദ്രിയെ വളഞ്ഞു. തനിക്ക് ചുറ്റും വട്ടം ചുറ്റി നിൽക്കുന്ന തടിമാടന്മാരെ ബദ്രിയൊന്ന് നോക്കി. അപ്പോഴും ബദ്രിയുടെ മുഖത്ത് തൻ്റെ ശത്രുക്കളെ കണ്ടുള്ള പേടിക്ക് പകരം ചെറിയൊരു പുഞ്ചിരി ഉതിർന്നു വന്നു. നോക്കടാ, അവൻ നമ്മുടെ കൈകൊണ്ട് നിലംപതിക്കാൻ പോകുന്നെന്നറിഞ്ഞിട്ടും അവനൊരു പേടിയുമില്ലാത്തത് കണ്ടോ? അമർ തൻ്റെ കൂടെയുള്ള കൂട്ടാളികളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൻ കരുതി കാണും ദേ കിടക്കുന്ന അവനെ പോലെ ബോസിനെയും നമ്മളെയും വീഴ്ത്താമെന്ന്. എങ്കിൽ അതിവൻ്റെ തോന്നലെന്ന് കാട്ടിക്കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അമർ അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അപ്പോഴും ബദ്രി ചിരിച്ചുകൊണ്ട് തന്നെ അത് കണ്ടതും അമറിന് ദേഷ്യം നുരഞ്ഞു പൊന്തി.
പൊന്ന മോനെ, നീ എന്താണ് നമ്മൾ വെറും ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയോ? നിന്നിൽ അല്പം ജീവൻ ബാക്കി വെക്കണമെന്ന ഞങ്ങളുടെ കൊട്ടേഷൻ ഏൽപ്പിച്ച ആളുടെ നിർദ്ദേശം. പക്ഷേ നമ്മളെ വെറും കളിയാക്കിയുള്ള നിന്റെ ചിരിയുണ്ടല്ലോ, അത് നല്ലതല്ല. ചിലപ്പോൾ തന്ന ലക്ഷ്യം മറന്ന് നിന്നെ തീർത്തു കളയും ഞങ്ങൾ. അതിന് വീണ്ടും അതേ ചിരിയോടെ തന്നെ ബദ്രി ഉത്തരം നൽകി. അതെ, എനിക്ക് സംസാരത്തിനൊന്നും തീരെ താല്പര്യമില്ല. നേരെ ആക്ഷൻ, അതാ എൻ്റെ ഒരു പോളിസി. ഞാൻ ആദ്യമേ എന്നെ തല്ലുന്നതിന് മുൻപ് എൻ്റെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞേക്കാം. നമ്പർ 1, എൻ്റെ ദേഹമൊന്ന് മുറിഞ്ഞാലോ വേദനിച്ചാലോ പിന്നെ നിൻ്റെയൊക്കെ ദേഹത്ത് എത്ര മുറിവും ചതവും ഉണ്ടാവുമെന്ന് എണ്ണി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കും ഞാൻ. നമ്പർ 2, കിട്ടിയതും കൊണ്ട് പോകാതെ വീണ്ടും മേടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞു വരുന്ന ഒരു പൊന്ന മോൻ്റെയും ജീവനൊരു ഗ്യാരണ്ടിയും എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല. കാരണം അത് നിങ്ങളായി ചോദിച്ചു വാങ്ങുന്നതായിരിക്കും. നമ്പർ 3, അഥവാ ഇന്ന് എന്നിൽ നിന്നും അടികൊണ്ടിട്ടും അല്പം ജീവൻ ഞാൻ വിട്ടുതരുന്നുവാണെങ്കിൽ അതുകൊണ്ട് പോയേക്കണം. മറിച്ച് ഇനി ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും എൻ്റെ കൺമുൻപിൽ കണ്ട അന്ന് നിങ്ങളുടെ മരണമായിരിക്കും. അതും എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് തന്നെ. നമ്പർ 4, എൻ്റെ അടി കൊണ്ടാൽ അവർ ഫുൾ ഹോസ്പിറ്റൽ ചിലവും എൻ്റെ വക. ഇതെൻ്റെ ഒരു ഔദാര്യം മാത്രം എന്ന് കരുതി എപ്പോഴും ഉണ്ടാവില്ല. അഥവാ ഒന്ന് ശരീരം പഴയ പോലെ ആവുമ്പോൾ എന്നെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് കരുതി വരാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ടീഷൻ നമ്പർ 3 ഓർത്താൽ മതി. അപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് വന്ന് മേടിച്ചു പോകുന്നു? അത് കൂട്ടത്തോടെ ഒരേ അളവിൽ തന്നെ വാങ്ങാനാണോ പ്ലാൻ? അല്ലട പൊന്ന മോനെ, നിന്നെ കൂട്ടത്തോടെ തീർക്കാനാ പ്ലാൻ. അമർ ദേഷ്യത്തിൽ ബദ്രിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവനെ കൈമുഷ്ടി ചുരുട്ടി ഇടിക്കാനാഞ്ഞതും അതിൽ പിടിച്ചു തിരിച്ചുകൊണ്ട് അവൻ്റെ മൂക്കിൽ പഞ്ച് ചെയ്തു. വേദന കൊണ്ട് അമർ മുഖം പൊത്തിയതും അവൻ്റെ കരങ്ങൾ മൊത്തം ചോര പതിച്ചു. അമർ ദേഷ്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, തല്ലിക്കൊല്ലടാ പൊന്ന മോനെ. അപ്പോഴേക്ക് മറ്റൊരുത്തൻ വന്ന് ബദ്രിയുടെ ഷർട്ടിന് മുകളിൽ കിടന്ന കോട്ടിൽ പിടിച്ചതും പിന്നിൽ നിന്ന് മറ്റൊരുത്തൻ ബദ്രിയെ ചവിട്ടി. ചെറുതായി ഒന്ന് വേച്ചു പോയെങ്കിലും ഒന്ന് ചിരിച്ച ശേഷം ദേഷ്യത്തിൽ അവൻ കരഞ്ഞു തിരിയുമ്പോൾ അവൻ്റെ കോട്ടിൽ പിടിച്ചവൻ്റെ കയ്യിലേക്ക് അത് ഊരി വന്നിരുന്നു. അതയാൾ ദേഷ്യത്തിൽ നിലത്തിട്ട് ചവിട്ടി. എന്നിട്ട് ബദ്രിയെ നോക്കി പറഞ്ഞു, ഇതുപോലെ നിന്നെയും ഞാൻ ചവിട്ടി അരയ്ക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ബദ്രിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നതും ബദ്രി ദേഷ്യത്തിൽ ഓടി വന്ന് അവൻ്റെ നെറ്റിയിൽ ബദ്രിയുടെ തല കൊണ്ട് ആഞ്ഞടിച്ചു. അതിനുശേഷം അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് അവൻ്റെ കൂമ്പ് നോക്കി ഒറ്റ ചവിട്ടായിരുന്നു. വേദന കൊണ്ട് ബദ്രിയുടെ കയ്യിൽ നിന്നും അയാൾ നിലത്തേക്ക് വീണു കിടന്നു പുളഞ്ഞു. അപ്പോഴേക്കും അടുത്തവൻ കത്തിയുമായി പാഞ്ഞു വന്നു. അത് കണ്ടതും ബദ്രി നിലത്ത് കിടന്നവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി വന്നു. അവൻ്റെ ചെവിക്കല്ല് നോക്കി ചവിട്ടി. ഈ സമയം ബദ്രിയുടെ ചവിട്ടുകൊണ്ട് നിലത്ത് കിടന്നവൻ്റെ വായിൽ നിന്നും മറ്റവൻ്റെ ചെവിയിൽ നിന്നുമായി കൊഴുത്ത ചോര വരാൻ തുടങ്ങി. പ്രണവ് കാറാളൊഴിഞ്ഞ വീതിയിലേക്ക് പായിച്ചതും കണ്ടു. കുറച്ചു ദൂരെയായി കുറേ പേർ തല്ലുകൂടുന്നത്. അതിൻ്റെ അടുത്തായി ബദ്രിയുടെ കാറ് കൂടെ കണ്ടതും ബദ്രി അവിടെ ഉണ്ടെന്നുറപ്പായി. കുറച്ചു മാറി പ്രണവ് കാറ് നിർത്തുമ്പോൾ വിജിത്തും രുദ്രയും വേഗം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം പ്രണവും ഇറങ്ങി അവർക്കടുത്തേക്ക് വന്നു നിന്നു. 3 പേരും ബദ്രി ഓരോന്നിനെയും തല്ലി ചതയ്ക്കുന്നത് കണ്ട് സ്തംഭിച്ചു നിന്നു. അല്ല, മോളെന്താ പറഞ്ഞേ? അവൻ്റെ ജീവൻ അപകടത്തിലെന്നോ? അവനെ രക്ഷിക്കണമല്ലേ? ഇപ്പം ശരിക്കും രക്ഷിക്കേണ്ടതേ അവനെ അല്ല, അവനെടുത്തിട്ട് തല്ലി ചതയ്ക്കുന്നില്ലേ ആ പൊട്ടന്മാർക്കാ. അത്രയും പറഞ്ഞ് പ്രണവ് ചിരിക്കുമ്പോൾ രുദ്ര അവനെ കൂർപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട, ഞാൻ സത്യമാ പറഞ്ഞേ. അവനെ തല്ലാൻ വന്നവന്മാരിൽ അല്പം ജീവനെങ്കിലും വിട്ടുകൊടുത്താൽ മതിയായിരുന്നു അവൻ. അത് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, കിട്ടിയ ഭാഗ്യം. ഏട്ടത്തിയുടെ ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ വരെ പേടിച്ചു. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ടെൻഷൻ അടിക്കേണ്ടത് ഏട്ടനെ ഓർത്തല്ല, ഏട്ടൻ്റെ തല്ലുകൊള്ളുന്നവരെ ഓർത്തായിരിക്കണമെന്ന്. പ്രണവും വിജിത്തും ഓരോന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും രുദ്രയുടെ കണ്ണുകൾ അവനെ തല്ലാൻ വേണ്ടി അവനിൽ നിന്നും തല്ലുകൊണ്ടിട്ടും വീണ്ടും ആക്രമിക്കാൻ വരുന്നവരെ എടുത്തിട്ട് സംഹാര താണ്ഡവമാടുന്ന ഭദ്രയിൽ തന്നെയായിരുന്നു. ഒരു നിമിഷം അവളിലെ പേടി മാറി അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് രുദ്ര കാണുന്നത് ബദ്രി മുന്നിൽ നിൽക്കുന്ന 2 പേരെ തല്ലി വീഴ്ത്തുന്ന ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും അവനെ വാൾ കൊണ്ട് വെട്ടി വീഴ്ത്താൻ നോക്കുന്ന അമറിനെ. പ്രണവും വിജിത്തും പരസ്പരം സംസാരിച്ചു നിന്നതുകൊണ്ട് അത് കണ്ടിരുന്നില്ല. രുദ്രയ്ക്ക് അവളുടെ നാക്ക് കുഴയും പോലെ തോന്നി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, ഉള്ളിൽ തങ്ങി നിൽക്കുന്ന പോലെ തോന്നി. അവൾ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ ബദ്രിയുടെ അടുത്തേക്ക് പാഞ്ഞു. അമർ ബദ്രിയെ വെട്ടാൻ വാൾ ഉയർത്തിയതും തന്നെ രുദ്ര തൻ്റെ 2 കരങ്ങൾ കൊണ്ടും അതിൽ പിടിമുറുക്കി. അമർ അവളുടെ കയ്യിൽ നിന്നു ബലമായി വാല് വലിക്കാൻ നോക്കിയെങ്കിലും അവൾ അതിൽ ശക്തിയായി തന്നെ പിടിച്ചു. അപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്നും ചോര നിലത്തേക്ക് ഒലിച്ചിറങ്ങി.
വേദന കൊണ്ട് അവളുടെ സൗണ്ട് പുറത്തേക്ക് വന്നില്ലെങ്കിലും കണ്ണുകൾ നിറഞ്ഞു തൂകി. വിജിത്തും പ്രണവും മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു അമർ ഉയർത്തിയ വാളിൻ്റെ തൻ്റെ 2 കരങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കുന്ന രുദ്രയെ. അവളുടെ കയ്യിൽ നിന്നും രക്തവും വാർന്നൊലിക്കുന്നുണ്ട്. പ്രണവും വിജിത്തും 2 പേരും അത് കണ്ട് ഞെട്ടി. രുദ്ര, ഏട്ടത്തി എന്ന് വിളിച്ച് 2 പേരും അവളുടെ അടുത്തേക്ക് പാഞ്ഞു. പിന്നിൽ നിന്നും രുദ്ര എന്നുള്ള പേര് അവൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറിയതും മുന്നിൽ നിന്ന് അവന്മാരെ അടിച്ചൊടിച്ച് നുറുക്കി താഴെയിട്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു അമറിൻ്റെ വാളിൽ പിടിച്ച് രക്തത്തിൽ നിൽക്കുന്ന രുദ്രയെ. അവളുടെ കയ്യിൽ ആഴത്തിൽ മുറിവുണ്ടാകാൻ വേണ്ടി അവൻ ആ വാൾ ശക്തിയിൽ വലിക്കുന്നുണ്ടെങ്കിലും അവൾ തൻ്റെ കുഴഞ്ഞു പോകുന്നതായ കരങ്ങൾ വിടാതെ തന്നെ മുറുകെ പിടിച്ചു. ഒപ്പം അടഞ്ഞു പോകുന്ന അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകാതെ വണ്ണം തടുത്തു നിർത്തുന്നുണ്ട്. ബദ്രി ദേഷ്യത്തിൽ അമറിനെ നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി തള്ളിയിട്ടു. ഒപ്പം അവനെ തലങ്ങും വിലങ്ങും ചവിട്ടിക്കൂട്ടി. എത്ര തവണ തള്ളിയിട്ടും മതി വരാത്തതുപോലെ വീണ്ടും വീണ്ടും തല്ലി ചതച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പ്രണവും വിജിത്തും അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ബോധം പറഞ്ഞ് പ്രണവിൻ്റെ ദേഹത്തേക്ക് വീണു. രുദ്ര മോളെ, കണ്ണു തുറക്കടാ. പ്രണവ് അവളുടെ കവളിൽ തട്ടി വിളിച്ചു. പാതിയടഞ്ഞ കണ്ണുകൾ അവൾ ചിമ്മി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ശരീരം മൊത്തം തളർന്നു പോകും പോലെ തോന്നി. ബദ്രി, പ്രണവ് വിളിച്ചതും ബദ്രി പാഞ്ഞവൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിലെ 2 കൈപ്പത്തിയിലും ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഒപ്പം നിൽക്കാതെ ബ്ലഡും ഒഴുകിയിറങ്ങി. ബദ്രി വേഗം നിലത്ത് വീണ് കിടന്ന അവൻ്റെ കോട്ട് തട്ടിക്കുടഞ്ഞുകൊണ്ട് അവളുടെ കരങ്ങളിൽ മുറുകെ കെട്ടി. അപ്പോഴേക്കും വേദന കൊണ്ട് അടഞ്ഞുപോയ കണ്ണുകൾ തുറന്ന് ബദ്രിയെ ഒന്ന് നോക്കി. എന്നാൽ വേഗം തന്നെ തുറന്നുപോയ അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. പ്രണവ്, വണ്ടിയെടുക്ക്. അത്രയും പറഞ്ഞ് പ്രണവിൻ്റെ കരങ്ങളിൽ നിന്നും രുദ്രയെ അവൻ്റെ 2 കരങ്ങളിലും എടുത്തുയർത്തിക്കൊണ്ട് കാറിൻ്റെ പിൻസീറ്റിൽ അവളെ കിടത്തിയ ശേഷം അവനും കയറി. ബദ്രിയുടെ മടിയിലായി രുദ്രയെ കിടത്തിയിരുന്നത്. ഇടയ്ക്കിടെ അവൻ അവളുടെ കവിൾ തട്ടി കണ്ണു തുറക്കെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ കണ്ണു തുറന്നില്ല. പ്രണവിൻ്റെ കാറ് നേരെ വന്നു നിന്നത് സിറ്റി ഹോസ്പിറ്റലിൻ്റെ മുൻപിലായിരുന്നു. ബദ്രി വേഗം അവളെയും എടുത്തുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കയറി. അവളെ അവിടെയുള്ള ബെഡിൽ കിടത്തിയതും ഡോക്ടർ നഴ്സും കൂടെ വന്ന് അവളെ നോക്കാൻ തുടങ്ങി. ബദ്രിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ പ്രണവും വിജിത്തും അവിടെ ഉണ്ടായിരുന്നു. ബദ്രി, ഡോക്ടർ എന്താ പറഞ്ഞത്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്രണവ് അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അതിന് മറുപടി പറയാതെ മൗനമായി നിന്നു ബദ്രി. ബദ്രി, നീ എന്താ മിണ്ടാത്തെ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ ഡോക്ടറല്ല അത് പറയാൻ. അവരെന്നോട് പുറത്തു നിൽക്കാനാ പറഞ്ഞ് വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. ബദ്രി അത്രയും പറഞ്ഞ് തിരിയുമ്പോൾ തന്നെ അവർക്കടുത്തേക്ക് പ്രിയങ്ക ഓടി വന്നു. പ്രിയങ്കയെ കണ്ടത് വിജിത്ത് അവളെ നോക്കാതെ കുറച്ച് മാറി നിന്നു. അത് അവളിൽ വേദന തോന്നിപ്പിച്ചു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവർക്കടുത്തേക്കായി വന്നു നിന്നു. ഏട്ടാ, രുദ്രയ്ക്ക് എന്ത് പറ്റിയതാ? ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ റൗണ്ട്സിലായിരുന്നു, അതുകൊണ്ടൊന്നും വ്യക്തമായില്ല. പ്രണവ് നടന്നതെല്ലാം പ്രിയങ്കയോട് പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം ഏട്ടാ. രുദ്ര, അവൾക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത്രയും പറഞ്ഞ് പ്രിയങ്ക കാഷ്വാലിറ്റിയിലേക്ക് കയറിപ്പോയതും ബദ്രി പ്രണവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. നിങ്ങളെങ്ങനെ അവിടെ ആ സമയത്തെത്തി? കൂടെ അവളും. നിങ്ങൾക്കൊപ്പം എങ്ങനെ അവളും വന്നു? പ്രണവ് അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവളോട് പറഞ്ഞതാ കൂടെ വരണ്ടെന്ന്, പക്ഷെ കേട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങളും കരുതിയില്ല. എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടില്ല. ഇതിനുള്ളത് കൊടുത്തിരിക്കും ഞാൻ ഇപ്പോൾ തന്നെ. അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ പോകാൻ നിന്ന് ബദ്രിയെ പ്രണവ് തടുത്തു. ഇപ്പോൾ അതിനേക്കാൾ വലുത് ആ പെണ്ണിൻ്റെ ജീവന. അവൾ കണ്ണു തുറക്കുമ്പോൾ നീ വേണം മുന്നിൽ. അത് കഴിഞ്ഞ് ചോദിക്കുവോ പറയുവോ എന്ത് വേണേ ആവാം, നമുക്ക് പോരെ? അപ്പോഴേക്കും ബദ്രി ഒന്ന് മൂളി. ബദ്രി, നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനിയും നീ അത് കാണാതെ പോകരുത്. ഇന്ന് തന്നെ നിനക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ച് അതൊരുപാട് കരഞ്ഞതാ ഞങ്ങൾക്ക് മുൻപിൽ. പോരാത്തതിന് അവളുടെ ജീവൻ നഷ്ടമായാലും നിനക്കൊന്നും സംഭവിക്കാതെ നോക്കാൻ ശ്രമിച്ചതിനല്ലേ ആ പാവത്തിന് ഇങ്ങനെയൊരവസ്ഥ വന്നത്. ബദ്രി അപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു. ഇനിയെങ്കിലും സ്നേഹിച്ചൂടെ അവളെ നിനക്ക്? പറ ബദ്രി, സ്നേഹിക്കില്ല നീ അവളെ? പേടിയാടാ എനിക്ക്, അവളെ സ്നേഹിക്കാൻ പേടിയാ. അത് പറയുമ്പോൾ ഇന്ന് വരെ കാണാത്ത മറ്റൊരു ബദ്രിയുടെ മുഖമായിരുന്നു അവനിൽ നിറഞ്ഞു നിന്നത്. സത്യമായും പേടിയാടാ അവളെ സ്നേഹിക്കാൻ. അവളെ ഉപദ്രവിക്കണമെന്ന് കരുതിയല്ല ഞാൻ അവളെ ഓരോ തവണയും ദ്രോഹിച്ചത്. മറിച്ച് അവളെ സ്നേഹിച്ചു പോകുമോ എന്ന് പേടികൊണ്ടാണ് ആട്ടിപ്പായിപ്പിച്ചത് ഓരോ തവണയും. എന്നെ അമിതമായി ആരെല്ലാം സ്നേഹിച്ചോ അവരെല്ലാം മരണം കൊണ്ടല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ എന്നെ വിട്ടു പോയിട്ടേ ഉള്ളൂ.
ഇവിടെ വെറുതെ ആ പാവം പെണ്ണിനെ എന്നെ കെട്ടിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വിഷമിക്കരുതെന്ന് തോന്നി. അവൾ എന്നിൽ നിന്നും അകന്നു പോകാൻ തന്നെയാ ഞാൻ ഇങ്ങനെയായേ. പക്ഷേ ഓരോ തവണയും അവൾ എന്നെ തോൽപ്പിച്ചുകൊണ്ട് എനിക്കൊപ്പം തന്നെ നിന്നു. അതുകൊണ്ടല്ലേ അവൾക്കിപ്പോൾ ഈ ഗതി വന്നത്. ചെറിയമ്മയും എല്ലാവരും പറയുന്നത് ശരിയാ. എൻ്റെ ജാതകദോഷം എനിക്കൊപ്പം കൂടുന്നവരെ പോലും അപായപ്പെടുത്തുന്നു. അവൾ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ നിങ്ങൾ തന്നെ പറ. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും അവൾ. എൻ്റെ ഈ നശിച്ച ജീവിതത്തിൽ നിന്നും അവളുടെ നല്ലൊരു ലൈഫ് അതെനിക്ക് വേണ്ടി ജീവിച്ച് തീർക്കേണ്ടതല്ല. അത്രയും പറയുമ്പോൾ ബദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ട പ്രണവും വിജിത്തും അവനെ അതിശയത്തോടെ നോക്കി. എന്നാൽ ബദ്ര അവരെ ആരെയും നോക്കാതെ അവിടെ നിന്ന് പോയിരുന്നു. അവൻ്റെ ആ തെറ്റായ ചിന്ത മാറണം വിജി. അവൻ അവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങണം. എങ്കിലേ നമുക്ക് നമ്മുടെ പഴയ ചിരിയും കളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബദ്രയെ തിരികെ കിട്ടൂ. എനിക്കുറപ്പുണ്ട് അവൻ അവളെ സ്നേഹിക്കുമെന്ന്. അതവൻ കുറച്ചു മുൻപ് പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ബദ്രയേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉണ്ടാകും പ്രണവേട്ടനൊപ്പം, എന്തിനും ഏതിനും കൂടെ തന്നെ. ആദ്യം അവൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ തിരികെ തരാൻ സർവേഷനോട് പ്രാർത്ഥിക്കാം. അവൾ വന്ന ശേഷം അവനെ വീഴ്ത്താൻ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ വിജിത്തും പ്രണവും മനസ്സിൽ ഒരുപോലെ ആഗ്രഹിക്കുകയായിരുന്നു ബദ്രയും രുദ്രയും ഒരുമിച്ചുള്ള നല്ലൊരു നാളേക്ക് വേണ്ടി.